എന്താന്ന് പറയേ? ഒറ്റക്കിരുന്ന് കരയാ നീ? എന്താന്നറിയില്ല, വല്ലാത്തൊരു തലവേദന. സുലൈമാനിലെ ചെറുനാരങ്ങ പിഴിഞ്ഞ് കുടിച്ചാ തലവേദന മാറും. ഇന്നലെ ഉറങ്ങിയിരുന്നില്ല അല്ലേ? അതുകൊണ്ടായിരിക്കും തലവേദന. എവിടെ താമസിപ്പിച്ചു മീരയെ? നമ്മുടെ ഡോക്ടർ ബാബുവിന്റെ അവിടെ. ഈ പുകിലൊക്കെ ഒന്ന് തീരുന്നത് വരെ അവിടെ നിൽക്കട്ടെ. ഓ, ജോലിക്കൊന്നും പോവാതെ ഇവിടെ ലീവ് എടുത്ത് സുഖിച്ചിരിക്കല്ലേ? എനിക്ക് പറ്റിയൊരു പണി തരപ്പെടുത്താൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. 24 hours മരിച്ചു പണിയെടുക്കുന്ന നിങ്ങളെപ്പോലുള്ള മലബാറുകൾ ഒരു കാലത്തും നന്നാവില്ല. ബികോമിന് എവിടെയും ക്ലച്ച് പിടിച്ചില്ലേ? നിങ്ങളെപ്പോലെ ലൈഫ് കളയാൻ എന്നെ കൊണ്ട് പറ്റൂല കാതർക്ക. ഒരു ബികോംകാരന് ഇവിടെ ഒരു അന്തസ്സുമില്ലേ? കുട്ടിയെ, ഭൂമി ഉരുണ്ടിട്ടാ, പരന്നിട്ടല്ല. പിക്കാസുമായിട്ട് ബികോംകാരാണിപ്പോ പൊരയണ വെയിലത്ത് റോഡ് പണി എടുക്കണേ. അറിയോ നിനക്ക്? കാതർക്ക, പ്ലീസ്, നിങ്ങൾ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും ഇൻസൾട്ട് ചെയ്യരുത്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്നോട് പറയല്ലോ തോട്ടിപ്പണിയെടുക്കാൻ. എന്നെ കൊണ്ട് അതിനും പറ്റൂല. കാരണം നാറ്റം ഉണ്ടാക്കാൻ എന്നെ കൊണ്ട് പറ്റൂ, നാറ്റം മാറ്റാൻ പറ്റൂല. പിന്നെ ഒരു കാര്യം പറയാനാണ് ഞാനിവിടെ വന്നത്. എനിക്കിവിടെ മടുത്തു. ഇവിടെ കിടന്ന് എന്റെ ലൈഫ് തകർന്നു പോവും. അതുകൊണ്ട് എന്നെ ക്യാൻസൽ ചെയ്ത് വിട്ടേക്ക്. വേറൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പോക്കറ്റ് മണിയായിട്ട് ഒരു ₹500,000 ഇന്ത്യൻ രൂപീസ് തന്നാ മതി. അത് വളരെ ചീപ്പല്ലേ? എന്താടാ നീ പറഞ്ഞ? ക്യാൻസൽ ചെയ്ത് വിടാനോ? എത്ര പെട്ടെന്ന് നിനക്ക് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു? എന്റെ കഷ്ടപ്പാടിന് ഒരു വിലയില്ല അനിയാ. എത്ര പണമാണ് നിനക്ക് വേണ്ടി ചെലവഴിച്ചെന്നറിയോ? നാശം തുടങ്ങി കണക്ക് കുറച്ചില്. കണക്ക് പറയുമ്പോ നിനക്ക് പിടിക്കണില്ലല്ലേ? കണക്ക് നീ ഇന്നവരെ അറിഞ്ഞിട്ടില്ല, ഒന്നും തന്നെ അറിയിച്ചിട്ടില്ല. നിനക്ക് 2 വയസ്സുള്ളപ്പോഴാ നമ്മുടെ വാപ്പ മരിക്കുന്നത്. അൻവറേ, ഒരു കർക്കിട മാസത്തെ പേമാരിയിൽ പറക്കമുറ്റാത്ത 8 മക്കളെയും ചേർത്ത് പിടിച്ച് ചോർന്നൊലിക്കുന്ന വീടിന്റെ ചോരാത്ത ഭാഗത്ത് നമ്മളെയും ചേർത്ത് നിർത്തിയുള്ള ഉമ്മാടെ കരച്ചില് ഇന്ന് എന്റെ നെഞ്ചിനകത്തുണ്ട്. ഓർമ്മയുണ്ടാവില്ല നിനക്ക്? അന്ന് ചെറുതായിരുന്നു മോനെ. അതൊക്കെ ഇപ്പോ അറിയണം കാതർക്ക. ഒന്നും അറിയിക്കാതെ വളർത്തിയോണ്ടാ ഇവൻ ഇങ്ങനെ. പ്രീ ഡിഗ്രി നല്ല മാർക്കോടെ പാസ്സായിട്ടും തുടർന്ന് പഠിക്കാൻ എനിക്ക് പറ്റിയില്ല. പഠിപ്പിക്കാൻ ഉമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല. നാട്ടിൽ പല പല ജോലിയും നോക്കി. ഒരു 18കാരൻ എത്ര കിടന്ന് പഠിച്ചാലും എങ്ങനെ 8 പേര് കഴിയാ? 13ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഈ ചുമടെടുക്കുന്ന പണി. എനിക്കൊരു വിഷമമില്ല. കൂടെ പിറപ്പുള്ള സന്തോഷം അത് മതിയായിരുന്നു എനിക്ക്. ഈ തോളത്ത് കെടുത്തിയ നിന്നെ വളർത്തിയ ഒരു ഏട്ടനായല്ല, ഒരു വാപ്പയായിട്ട്. ഇതായിപ്പോ ഇത്ര വലിയ ആനക്കാരിയായിട്ട് പറയണ? നിനക്കത് വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് തന്നേ. എനിക്ക് കിട്ടാതെ പോയ സൗഭാഗ്യങ്ങള് എന്റെ സഹോദരങ്ങൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസം നീ നേടണമെന്ന് ഞാൻ മോഹിച്ചു. എന്റെ അനിയൻ പഠിച്ചു പഠിച്ച് വലിയൊരാളാണെന്ന് ഈ ഇക്ക മോഹിച്ചു പോയി. പറയട്ടത്തൊന്നും ഇക്ക വലിയ ത്യാഗം ചെയ്തെന്ന്. എന്ത് തന്നു ഇക്ക പറയുന്നത്? എഞ്ചിനീയറിംഗ് ചേരാൻ വേണ്ടി 5 lakh മണിക്ക് വേണ്ടി ചോദിച്ചപ്പോ ഇക്ക തന്നോ? അതുകൊണ്ടാ ഞാനൊരു ബികോംകാരനായി. എന്തിന്? ഫ്രണ്ട്സൊക്കെ ന്യൂ ഫാഷനായിട്ട് ചെത്തി കിടക്കുമ്പോ ഞാനൊന്ന് ഓൾഡ് ഫാഷനുമായി ഒതുങ്ങിക്കൂടി. നാണം കൊണ്ട് ഫ്രണ്ട്സിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റിയിരുന്നില്ല. അതാണ് എന്റെ വിധി. പറഞ്ഞിട്ടെന്താ? അതൊക്കെ പോട്ടെ. ഒരു 2 വീലറിന് വേണ്ടി ആവശ്യപ്പെട്ടപ്പോ ആർക്കും വേണ്ടാത്ത ഒരു തല്ലിപ്പൊളി 95 മോഡൽ ഹീറോ ഹോണ്ട എനിക്ക്. പിന്നെ ഇക്ക ആർക്ക് വേണ്ടി ജീവിച്ചെന്നാ പറയണേ? ഏതായാലും എനിക്ക് വേണ്ടിയല്ല, കുടുംബത്തിന് വേണ്ടിയല്ല, പിന്നെ ആർക്ക് വേണ്ടിയാ? ഇക്കയ്ക്ക് വേണ്ടി. ഇക്ക എന്നും ഇക്കയ്ക്ക് വേണ്ടി മാത്രമാ ജീവിച്ചേ. ഒരു ഗൾഫുകാരൻ എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കേണ്ട ചോദ്യം. ആർക്ക് വേണ്ടിയാ ജീവിച്ചെന്ന് വീട്ടുകാര് ചോദിക്കും. ആർക്ക് വേണ്ടിയാ ജീവിച്ചെന്ന് നാട്ടുകാര് ചോദിക്കും. പിന്നെ സ്വയം അങ്ങ് ചോദിക്കും, ആർക്ക് വേണ്ടിയാ ജീവിച്ചേ? പറയാനൊരു ഉത്തരവൊന്നും ഉണ്ടാവില്ലേ? വെളിച്ചത്തുനിന്ന് ഇരുട്ടിലേക്ക് തള്ളപ്പെട്ട ഒരു കുട്ടീന്റെ അവസ്ഥാവും അപ്പോ ഒന്നും പറയാൻ കഴിയാണ്ട് നെഞ്ചു പൊടിഞ്ഞു പോവേ. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി മാത്രം ജീവിച്ച നീ ഒരു വിഡ്ഢിയല്ലടാ. സ്വന്തക്കാർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച നമ്മള്
ഒന്നിനും കൊള്ളാത്തവരാടോ. സലീമേ, നീ പറഞ്ഞില്ലേ ഇവൻ നിന്റെ ഈ ഇക്ക ഓന് വേണ്ടിയാ ജീവിച്ചേന്ന്. നിന്റെ 6 പെങ്ങന്മാരെ കല്യാണം, അവരുടെ പുയാപ്പിളാർക്ക് വിസയും നിന്റെ പഠിപ്പും, നിങ്ങൾക്കൊരു പൊരയുമൊക്കെ ഉണ്ടാക്കിയത് ഇവനൊരുത്തൻ മാടുപോലെ പണിയെടുത്തിട്ടാ, അല്ലാതെ ആകാശത്തുനിന്ന് പൊട്ടു വീണതൊന്നുമല്ല. ഇതൊന്നും അത്ര പെട്ടെന്ന് മറക്കരുത്. പടച്ചോൻ പൊറുക്കൂല. പോട്ടെ കാതർക്ക, അവൻ ചെറിയ കുട്ടിയല്ലേ. കണ്ടോ കണ്ടോ ഓന്റെ കൽബിലെ പതപ്പ്. ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ ഇക്കാക്കൊരു ജീവിതം ഉണ്ടാവണമെന്ന്? 10-32 വയസ്സ് പോരാന്നുണ്ടോ ഒരു കല്യാണം കഴിക്കാൻ? കാതർക്ക, ഞാൻ അറിയൂല, നീ അറിയൂല. ഓന്റെ കൽബിന്റെ വേദന നീ അറിയൂല. പക്ഷേ എല്ലാം നീ അറിയണം. വേണ്ട കാതർക്ക, ഇനിയും മറച്ചു വെക്കണോ? എല്ലാം നെഞ്ചിലേറ്റി വീർപ്പ് മുട്ടി മരിക്കണോ? ഞാൻ പറയാം, എല്ലാം ഞാൻ പറയാം. നൗറി, എന്താ നിനക്ക്? നല്ലൊരു ഈസായിട്ടാ നിന്റെ കരച്ചിലും പിഴിച്ചിലും. വേണ്ടാത്ത എന്തേലും മനസ്സിലുണ്ടെങ്കിൽ ഒക്കെ മറന്നേക്ക്. നമ്മൾ പെണ്ണുങ്ങളാ, പൊറുക്കുകയും മറക്കുകയും ഒക്കെ ചെയ്യേണ്ടവര്. ഇല്ലെങ്കിൽ ജീവിതം ആകെ താറുമാറായി പോകും. നിനക്കറിയാലോ നിന്റെ ഈ ഉമ്മേ. കളിച്ചു നടക്കേണ്ട പ്രായത്തില് എന്നെ നിന്റെ വാപ്പ കെട്ടിക്കൊണ്ടു. ഞാനിവിടെ ഉണ്ടേ, ദേ വരുന്നു. എന്തൊരു ചൂടാ, നിനക്ക് വേർക്കുന്നില്ലേ? എന്റെ മോളി ഉടുപ്പൊക്കെ മാറ്റി കിടന്നുറങ്ങിക്കോ. വാപ്പയോടൊന്ന് വരാൻ പറയൂ. നിന്റെ കണ്ണീരൊക്കെ തുടക്കി. ഈ കരണമുഖം വാപ്പ കാണണ്ട. പിന്നെ മൂപ്പർക്ക് അത് മതി. അറിയാലോ നിന്റെ വാപ്പേ. മോളെ, എന്തേ മോള് വാപ്പ വിളിച്ചേ? എന്തേ കല്യാണായിട്ട് എന്റെ മോള് എന്തേ കരയണേ? എന്തേ എന്റെ സുറുമക്കുട്ടിക്ക് എന്തു പറ്റി? എന്താണേലും മോള് വാപ്പാനോട് പറ. മടിക്കാണ്ട് പറ. വാപ്പനോട് പെണുങ്ങോ വാപ്പ? വാപ്പ ഇതുവരെ മോളോട് പിണങ്ങിയിട്ടുണ്ടാ? ഇല്ലില്ല. വാപ്പാക്ക് മോളോട് പിണങ്ങാൻ കഴിയോ മോളെ? എനിക്ക് കല്യാണം വേണ്ട വാപ്പ. എന്താ മോള് പറഞ്ഞേ? കല്യാണം വേണ്ടെന്നാ? നാട് മുഴുവൻ മംഗളം പറഞ്ഞ് വീടൊരുങ്ങി. എന്നിട്ട് ഇപ്പൊ നാളെ ബിരിയാണിക്ക് പുറത്ത് മുക്രി ആടിനിറക്കുക. നാളെ എന്റെ നിക്കാഹിനായി നാടും ഈ വീടും ഒരുങ്ങി മോളെ. ഈ അവസാന നിമിഷം എന്റെ മോളിങ്ങനെ പറഞ്ഞ ഈ വാപ്പ എന്താ ചെയ്യാ മോളെ? എന്നോട് പൊറുക്ക് വാപ്പ. ഞാൻ ഒരാളെ ഇഷ്ടപ്പെട്ടു പോയി വാപ്പ. മോളെ, എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല വാപ്പ. മോക്കറിയില്ലേ ഈ തറവാടിന് ഈ നാട്ടിലുള്ള പേരും പെരുമയും, ഈ മഹലിലെ എന്റെ സ്ഥാനം? എന്റെ മോളായിട്ട് അത് തകർത്ത് കളഞ്ഞ പിന്നെ ഈ വാപ്പ പുതിയാപ്പിളയുടെ ആൾക്കാരോട് ഇനി ഞാൻ എന്താ പറയാ? നാട്ടുകാരുടെ മുഖത്ത് ഇനി ഞാൻ എങ്ങനെ നോക്കും? അല്ലാഹ്.
ഇല്ല മോളെ, മോള് കരയില്ലേ, മോള് കരയില്ലേ. അല്ല എന്ത് പറ്റി വാപ്പ? മോളെ, ഉമ്മ എവിടെയാ? സ്കാനിംഗ് റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയിരിക്കുക. വാപ്പ എന്താ? മോളൊന്ന് നിന്നേ. മോളുടെ കല്യാണം മുടങ്ങി. മോളെ, മോൾക്ക് പറയായിരുന്നില്ലേ ഈ വാപ്പാനോട്? അധികം സംസാരിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? സുഖേട് മാറിയിട്ട് സംസാരിക്കാം. ഡോക്ടർമാർക്ക് അത് പറയാം. എന്റെ മനസ്സിലുള്ളത് പറയാതെ നാളെ എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാലോ? വാപ്പ എന്തിനാ ഈ വേണ്ടാത്തൊക്കെ പറയുന്നേ? മോൾക്ക് ഇനിയും ഈ വാപ്പയെ മനസ്സിലായില്ലെന്ന് ഓർക്കുമ്പോഴാ ഈ വാപ്പയ്ക്ക് വിഷമം. എന്റെ മോള് കരയാൻ വേണ്ടി പറഞ്ഞതല്ല വാപ്പ. മോളെ, ആരാ മോളുടെ മനസ്സിലെ ഈ വാപ്പ ഒന്ന് അറിഞ്ഞോട്ടെ. നാട്ടുകാരുടെ മുന്നില് എല്ലാ നിലയും വിലയൊക്കെ പോയി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നില് ഈ വാപ്പയ കുറ്റക്കാരൻ. അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. വാപ്പ ഇനി എത്ര കാലം വെച്ചാ എല്ലാം ഏതാണ്ടൊക്കെ അടുത്തു വരുന്നോ എന്നൊരു തോന്നലാ. അതിനു മുമ്പ് ഈ വാപ്പയ്ക്ക് മോളുടെ നിക്കാഹ് കാണണമെന്നൊരാശ. ഇന്നേ വരെ ഈ വാപ്പ മോളോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ. മോളെ, മോള് പറയേ, മോളുടെ മനസ്സിൽ ആരാ? സ്വത്തും പണമൊന്നുമില്ല, പക്ഷെ ഇന്ന് ജീവനാണ്. സലാമാമയുടെ മോൾ ഹസീനാന്റെ കല്യാണത്തിന്റെ അന്നാ ആദ്യമായിട്ട് കാണുന്നേ. എന്നിട്ടും ആരാണെന്ന് മോള് പറഞ്ഞില്ല. മാളിയേക്കിലെ മാണിക്കക്കല്ല് കട്ടെടുത്തത് ആരാണെന്ന് മോള് പറഞ്ഞില്ല. 2-3 കിലോമീറ്റർ അപ്പുറത്താ. സലാമിന്റെ അടുത്തായിരിക്കും. അതിനുശേഷം മോക്ക് സലാമാമ്മയുടെ വീടും നാടും ഒക്കെ വളരെ ഇഷ്ടമായിട്ടുണ്ട്. അവിടെ ഏതാണ്ടൊക്കെ ഞാൻ അറിയും. പിലാക്കൂർന്നാ വീട്ടുപേര്. മുഹമ്മദ് കുട്ടീന്റെ മോൻ. മുഹമ്മദ് കുട്ടി പഴയ എൻ്റെ ഒരു ദോസ്ത. കൂട്ടുകുടുംബത്തിന് വേണ്ടി ജീവിച്ച് പെരുവഴിയിലായ ഒരു സാധു. പേര് കേട്ട തറവാട്ടിലെ. എന്നിട്ടെന്താ, 8 മക്കളെയും മോളെയും തനിച്ചാക്കിയിട്ടല്ലേ ഓൻ പോയത്. ഒന്നും അറിയണ്ടല്ലോ, കാണണ്ടല്ലോ ഓന്. ചെറിയ ചെക്കനായിരുന്നു മുഹമ്മദ് കുട്ടി മരിക്കുമ്പോ. ഓൻ എന്തേനു എന്റെ പേര്? അൻവർ. അൻവർ. വാപ്പാനെ പോലെ അവനൊരു വണ്ടിക്കാളയായിരുന്നു. കുടുംബഭാരം ചുമക്കണ വണ്ടിക്കാള. അല്ലേലും കുടുംബത്തെ മൂത്ത മക്കള് ഭാരം ചുമക്കുന്നവര് തന്നെയാ. അവസാനം അവര് പുറത്തു ആവും.
ഞാൻ കരുതി എന്റെ മോളുടെ കണ്ടെത്തലെ പിഴച്ചൂന്ന്. ഇല്ല, കരള് പറിച്ചു വിറ്റും എന്റെ മോളെ ഓൻ നോക്കും. ബാബാക്ക് സന്തോഷായി മോളെ, സന്തോഷായി. ആട്ടെ, എവിടെ ഓൻ ഗൾഫില്? ദുബായ്. കണ്ടില്ലേ അവളുടെ ഒരു സന്തോഷം? ഒന്ന് പോവാപ്പ, കളിയാക്കാതെ. നീ ഉമ്മാനെ വിളി. ദുബായിൽ സലാമിനെ വിളിച്ച് അവനോട് ഉടൻ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ നിക്കാഹ് നടത്തണം. നീ ചെന്ന് ഉമ്മയെ വിളിച്ചു. നാളെ വാപ്പ ഇല്ലാണ്ടായാലും ഉമ്മ പറയണതൊക്കെ മോള് കേൾക്കണം. വാപ്പ എന്തിനിങ്ങനെയൊക്കെ പറയണേ? വെറുതെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതല്ലേ? നിനക്ക് അടുത്തിരുന്ന് ഖുറാൻ ഒന്ന് ഓതിക്കൊടുത്തൂടെ? എന്നാ മനസ്സിനൊരു സമാധാനം കിട്ടും. ഞാനൊന്ന് മയങ്ങട്ടെ. വാപ്പയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട. വേണ്ട.